എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ബഷീറാണ്. തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കാണുന്ന റോഡ് നമ്മുടെ ചേലക്കരയിൽ നിന്ന് തൊഴുപ്പാടം പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ, മെയിൻ ബസ് റൂട്ടാണ്. അപ്പോൾ ഈ ബസ് റൂട്ടിൽ തന്നെയായിട്ടാണ് 7.25 സെൻറ്റ് പറമ്പും 1000-നടുത്ത് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. റോഡ് സൈഡിൽ തന്നെയാണ്, ബസ് റൂട്ടിലാണ് വീടുള്ളത് കേട്ടോ. കുടിവെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറുണ്ട്, അതുപോലെ 2 ബെഡ്റൂമുണ്ട്, ഹാള്, അടുക്കള, വർക്ക് ഏരിയ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ 1-2 വണ്ടികൾ, കാർ വന്നാലും പാർക്ക് ചെയ്യാനുള്ള മുറ്റം സൗകര്യം വരുന്നുണ്ട് കേട്ടോ. തെങ്ങ്, മാവ്, പ്ലാവ് എന്നീ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്നത് 28 ലക്ഷം രൂപയാണ്. വളരെ ചെറിയ തോതിൽ എന്തെങ്കിലും വില നെഗോഷ്യബിൾ ആയിരിക്കും. 30 പറഞ്ഞു നിന്നാണ്, അപ്പോൾ 28 അവർ ഫൈനൽ പറഞ്ഞിരിക്കുന്നത്. ആ 28 നിന്നും എന്തെങ്കിലുമൊക്കെ വിലയിൽ വ്യത്യാസമുണ്ടാവാം. അപ്പോൾ ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാട്ടാണ്, പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത് കേട്ടോ. അതിപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ആ റോഡിനോട് അഭിമുഖമായിട്ടുള്ള വീടുകൾ മുഴുവൻ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സിറ്റ് ഔട്ട് കഴിഞ്ഞ ഉടനെ ലിവിങ് വിത്ത് ഹാള് എന്നുള്ള സൗകര്യത്തോടെയാണ്, ഡൈനിങ് ഹാള് സൗകര്യത്തോടു കൂടെയായിട്ടാണ് വരുന്നത് കേട്ടോ. അതിനോട് ചേർന്ന് 2 ബെഡ്റൂം, അതിന് ഒന്നിൽ അറ്റാച്ച്ഡ്, പിന്നെ നമുക്ക് വീടിൻ്റെ പുറകിൽ കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യമുണ്ട്. അതുപോലെ വീടിൻ്റെ മുകൾ വശം ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നു. ഇതൊരു പൂജാമുറിയാണ് ഇവിടെ കേട്ടോ, ഇതൊരു പൂജാമുറിയാണ്. ഇനിയിപ്പോൾ ഏത് മതസ്ഥർക്ക് വാങ്ങുകയാണെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു പ്രയർ റൂമാക്കി മാറ്റാനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, 28 ലക്ഷം രൂപയാണ്. ഈ ബെഡ്റൂമിനാണ് നമുക്ക് പുറകിൽ കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം ഉള്ളത്. തൊട്ടപ്പുറം ഇതിനോട് ചേർന്ന് കിടക്കുന്ന ബെഡ്റൂമിന് അറ്റാച്ച്ഡ് സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം സ്ഥലത്തിനൊക്കെ ഒരു 2.25 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വിലയുള്ളത് പെർ സെൻറ്റിന്. അതവിടെയൊക്കെ വന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. റോഡ് സൈഡിൽ തന്നെ ആയിട്ടാണ്. ഇവിടുന്ന് നമ്മുടെ ചേലക്കര ടൗണിലേക്ക് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ താഴെയാണ് ദൂരം വരുന്നത്. അതുപോലെ നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ മാക്സിമം ഒരു 10 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരമുള്ളത് കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ്, ഇതൊരു ബെഡ്റൂമിന് നമുക്ക് അറ്റാച്ച്ഡ് സൗകര്യം കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയാണ്, തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലാണ് ഈ വീട് വരുന്നത്. ഈ വീട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പരക്കാട് എന്നാണ്. പരക്കാട് ഭാഗത്തായിട്ടാണ് ഈ വീട് വരുന്നത് കേട്ടോ. നമുക്ക് അടുക്കളയിലേക്ക് വന്നാൽ അത്യാവശ്യം കബോർഡിൻ്റെ എല്ലാവിധ വർക്കുകളും അവർ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ചൊരു പൈസ മുടക്കേണ്ടതായിട്ട് വരുന്നില്ല. എല്ലാ പണികളും അടുക്കളയിൽ ചെയ്തു വെച്ചിരിക്കുന്നു. അതുപോലെ ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ചെറിയൊരു വർക്ക് ഏരിയയും കൊടുത്തിരിക്കുന്നു. 7.25 സെൻറ്റ് സ്ഥലം, കറക്റ്റ് സ്ക്വയറായിട്ട് തന്നെയാണ് സ്ഥലം വരുന്നത്. ഞാൻ പറഞ്ഞു, മുറ്റത്തൊക്കെ നമുക്ക് വന്നാൽ 1-2 കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടെ ഉണ്ട് കേട്ടോ. എന്തായാലും ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. അടുത്തൊക്കെ നിറയെ വീടുകളുണ്ട്. അതുപോലെ ആരാധനാലയങ്ങളിലേക്ക് അധികം ദൂരമില്ല. ചേലക്കര ടൗണിലേക്കാണെങ്കിൽ നമുക്ക് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ബസ് സൗകര്യമുണ്ട്, എപ്പോഴും ബസ് സൗകര്യമുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് നേരെ അത് ആ വീടിൻ്റെ മുൻവശത്തേക്ക് 2 ഭാഗത്തു കൂടി നല്ലതുപോലെ നമുക്ക് നടക്കാനുള്ള സൗകര്യമുണ്ട്. ചുറ്റുഭാഗവും അതുപോലെ ഇൻ്റർലോക്ക് കട്ട വിരിച്ച് മുറ്റം മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ നമുക്ക് കായ്ക്കുന്ന 1-2 തെങ്ങുകളുണ്ട്. പിന്നെ കായ്ക്കാറായത് അതുപോലെ ഒരു 2 ഉണ്ട്. മാവും പ്ലാവും ഒക്കെ ഉണ്ട്. അതുപോലെ വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണർ, എത്ര കടുത്ത വേനലിലും ഇതുവരെയും വെള്ളം വറ്റാത്ത ഒരു ഓപ്പൺ കിണർ സൗകര്യം കൂടെ ഉണ്ട് കേട്ടോ. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. ഇപ്പോൾ വീടിൻ്റെ ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടോ, കിണർ വെള്ളത്തിനൊന്നും ഈ ഭാഗത്ത് വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമമില്ലാത്തൊരു ഭാഗമാണ്. അതുപോലെ എത്ര കടുത്ത പ്രളയത്തിലും വെള്ളം കയറാത്തൊരു ഭാഗം കൂടിയാണ്. അതൊക്കെ ഇവിടെ വന്ന് അന്വേഷിച്ചാൽ, ഈ ഭാഗങ്ങളിലൊക്കെ വന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ വരൾച്ച ഭീഷണിയും ഇല്ല, പ്രളയ ഭീഷണിയും ഇല്ലാത്തൊരു ഭാഗമാണ്. അടുത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക. എന്നതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഇത് വന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം. നല്ല വീടാണ്, ഇഷ്ടിക കൊണ്ടും പുഴമണൽ കൊണ്ടൊക്കെ പണിതിട്ടുള്ളൊരു വീടാണ്. ഒരു ചെറിയൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. വാങ്ങുന്നവർക്കൊന്ന് നല്ല രീതിക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കുറേ കാലം ഇനിയും ഈ വീടിനൊരു കോട്ടങ്ങളില്ലാത്ത നല്ല വീടാണ്. ചുമരിൻ്റെ ഭാഗങ്ങൾക്ക് മറ്റുള്ള ഭാഗങ്ങളൊന്നും ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ.
അതുപോലെ വീടിൻ്റെ മുകൾ വശത്ത് ട്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഷീറ്റൊക്കെ ഇട്ട് ട്രസ് വർക്കൊക്കെ ചെയ്തുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇനിയിപ്പോൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യം വരുന്നില്ല. എന്തായാലും നിങ്ങൾ മുഴുവനായും കാണൂ. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ബസ് സൗകര്യമുണ്ട്. അതുപോലെ നമുക്ക് റോഡിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ്. നാളെ ഇത് വാങ്ങി പിന്നീട് കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അത്യാവശ്യം വില വരുന്ന ഒരു ഏരിയയും കൂടെയാണ്, റോഡ് സൈഡിലായതുകൊണ്ട്. പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം.